ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡാവിൻ. മാരുതി സുസുക്കി അവരുടെ ലൈനപ്പിലുള്ള എല്ലാ വണ്ടികളും പയ്യെ അപ്ഡേറ്റ് ചെയ്ത് ഫേസ് ലിഫ്റ്റ് കൊടുത്തു വരികയാണ്. വാഗണറും ബെലേനോയും എക്സൽസിൻ്റെ ഒക്കെ അപ്ഡേറ്റ് വേർഷൻ വന്നു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് ഒരു ബ്രെസയ്ക്കും അപ്ഡേറ്റ് എടുക്കാൻ പോവുകയാണ്. കുറച്ചാണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതിൻ്റെ സ്പൈ ഷോട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഒരു ക്യാമറ ഫ്ലാഗ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വണ്ടി മുഴുവനായിട്ട് കണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ ആട് ഷൂട്ടിംഗ് കഴിക്കുകയാണ് വണ്ടി ഇപ്പോൾ സ്പോട്ട് ചെയ്തേക്കുന്നത്. ഇവരപ്പോൾ ഈ ധൃതി പിടിച്ച് ആടൊക്കെ ഷൂട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വണ്ടി ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടെന്നാണ്. ചിലപ്പോൾ ജൂണിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് മാറ്റമുണ്ട്. പുതിയൊരു ഗ്രില്ലിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത്. ഗ്രില്ലിന് ഇപ്പോൾ കൊടുത്തേക്കുന്ന ഒരു ഗ്ലോസി ഫിനിഷാണ്. അതിൽ തന്നെ കുറച്ച് ക്രോം ഇൻസെർട്ടൊക്കെ ഉണ്ട്. ഒരു ഗ്ലോസി ഫിനിഷുള്ള ഗ്രില്ലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പിന്നെ ഒരു ട്വിൻ പോഡ് LED ഹെഡ് ലാമ്പാണ് കൊടുത്തേക്കുന്ന. അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് LED DRLും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്യുവൽ ടോണിലുള്ള ബമ്പറാണ്. ബമ്പർ ഇപ്പോൾ ഇത്രയോടെ ചങ്കിയായിട്ടുണ്ട്. ഇത്ര തടിച്ച ആ ഒരു റഗ്ഗഡ് ഫീൽ വരുന്നൊരു ബമ്പറാണ് ഇപ്പോൾ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. LED ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി നമ്മൾ ഒരു സ്പോട്ട് ചെയ്ത ഒരു വണ്ടിയുടെ കളർ എന്ന് ഡ്യുവൽ ടോൺ കളറാണ്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ റെഡും ബ്ലാക്കും ചേർന്നൊരു ഡ്യുവൽ ടോൺ കളറിലെ ഒരു വണ്ടിയാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഒരു വീലാർസിൻ്റെ അവിടെയൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഒരു റഫ് ആൻഡ് ടഫ് ലുക്ക് കൂട്ടുന്നുണ്ട്. വണ്ടിക്ക് ഒരു SUV ലുക്ക് ഇത്ര കൂടുതൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പുതിയൊരു അലോയിൽ കണ്ടിട്ടുണ്ട്. ഒരു ഡ്യുവൽ ടോൺ കളറല്ല, പുതിയൊരു അലോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ റിയർ നമുക്ക് ഒരു ഫോട്ടോ കാണാൻ കഴിയുന്നില്ല. എങ്കിലും നോക്കുകയാണെങ്കിൽ ഒരു സ്ലീക്ക് ആയിട്ടുള്ള LED ടെയിൽ ലാമ്പാണ് റിയറിൽ വന്നേക്കുന്നത്. റിയറിലെയും ബമ്പർ ഇത്തിരി ഒരു ചങ്കിയായിട്ടുള്ള ബമ്പറാണ് കൊടുത്തേക്കുന്ന. ഒരു സ്കിഡ് പ്ലേറ്റൊക്കെ ഉള്ള ഇത്തിരി ഒരു സ്പോർട്ടി ആയിട്ടുള്ള ചങ്കിയായിട്ടുള്ള ഒരു ബമ്പറാണ് റിയറിലും കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഒരു സ്പൈ ഷോട്ടിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പുതിയ ബെലോനിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലും കാണും. ഒരു 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വണ്ടിയിലും കാണും. പുതിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരിക്കും ഒരു വണ്ടിയിൽ വരാൻ പോകുന്നത്. പിന്നെ വണ്ടിയിൽ സൺറൂഫ് കാണും, പാഡൽ ഷിഫ്റ്റർ കാണും, പിന്നെ കണക്റ്റഡ് ടെക്നോളജിയൊക്കെ കാണും. ആപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വണ്ടിയിലും കാണും. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിലും കാണും. പിന്നെ 6 എയർ ബാഗ് കാണും, ടയർ പ്രഷറിംഗ് മോണിറ്റർ കാണും, 360 ഡിഗ്രി ക്യാമറ കാണും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വണ്ടി കാണും. വയർലെസ് ചാർജറിങ് കാണും. അങ്ങനെയുള്ള പുതിയ വണ്ടിയിൽ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഒരു വണ്ടിയിലും കാണും. പിന്നെ എഞ്ചിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ പുതിയ എക്സൽസിലും എർട്ടിഗയിലൊക്കെ കണ്ട ഒരു 1.5 ലിറ്റർ, അതായത് ഒരു പഴയ എഞ്ചിൻ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ എക്സൽസിലും എർട്ടിഗയിലൊക്കെ വെച്ചായിരുന്നു 1.5 ലിറ്റർ പെട്രോൾ. ഒരു എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു വണ്ടിയിലും വരുന്നത്. പിന്നെ മാക്സിമം പവർ എന്ന് പറയുന്നത് 103 PS ആയിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് 137 Nm ആയിരിക്കും. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കാണും. ഒരു പുതിയ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഈ വണ്ടി കാണും. പിന്നെ വില ഇപ്പം നിലവിലുള്ള ബ്രെസേനേക്കാളും ഇതിന് ഇത്ര വില കൂടുതലായിരിക്കും. ഒരു അപ്ഡേഷനൊക്കെ കിട്ടുന്നതോടെ തന്നെ ഇതിൻ്റെ വിലയും ശകലം കൂടുന്നതായിരിക്കും. എന്തായാലും ഉടനെ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതുകൊണ്ടാണ് അവർ ആടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ജൂണിൽ തന്നെ കാണും. ജൂൺ അവസാനമോ ജൂലൈ ആദ്യമോ ഈ വണ്ടി വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു വണ്ടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.